അത് മാത്രമല്ല, ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവർ ഞങ്ങളെ ജാതി വിളിച്ചിട്ടാണ് പറയുന്നത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവർ പറയുന്നതെന്ന് വെച്ചാൽ പട്ടികൾ വരുന്നു, പട്ടികജാതിക്കാർ. പട്ടികജാതിക്കാരെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ പട്ടികളെന്നും അങ്ങനെയൊക്കെ വിളിച്ചിട്ടാണ് ഞങ്ങളെ പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് മുഖ്യമന്ത്രിയോടാണ്. മുഖ്യമന്ത്രി അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത് പറയണതും ആവശ്യപ്പെടണതും. ഞങ്ങളെ ഈ 5 പേരെയും ഞങ്ങളെ കഞ്ഞിയൂടി മുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ അപേക്ഷിക്കുന്നത്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് ഞങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു. ഞങ്ങൾ ജോലി പോകാൻ പറ്റും, ജോലി തന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ നടപടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യുന്നത് മരിക്കേണ്ടി വന്നിരുന്നാലും ഞങ്ങൾ തയ്യാറാന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇതിനിറങ്ങുന്നത്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽപ്പെടുന്ന ഒരു ഹരിതകർമ്മസേന വിഭാഗത്തിലെ 5 ഉദ്യോഗസ്ഥരെ ജോലിക്ക് കയറാൻ അനുമതി നൽകാതെ അവിടെ നിന്ന് ഇറക്കിവിടുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രസ് ക്ലബിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്താണ് പ്രശ്നമെന്ന് അവർ തന്നെ നമ്മളോട് പറയും. എന്താണ് ശരിക്കും യഥാർത്ഥത്തിൽ നിങ്ങളൊരു പ്രശ്നം? ഞങ്ങൾക്ക് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 മാർച്ചിൽ നടന്ന ഒരു പ്രശ്നമാണ്. ഞാൻ അവിടെ ജോലിക്ക് കയറിയിട്ട് ഇപ്പോൾ 1 വർഷമായതേ ഉള്ളൂ. പക്ഷെ ഞാൻ ആ ജോലിക്ക് കയറിയ സമയത്ത് തന്നെ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു. പിന്നെ ഈ പഴയ അവരെല്ലാം 3-4 വർഷം കൊണ്ട് അവിടെ ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ അവരും പറഞ്ഞിട്ടുണ്ട്. ഞാനും മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന വാർഡിലെ ജയിച്ച് മിനിമോൾ മാഡം, അപ്പൊ മാഡത്തിന്റെ കൈകാര്യത്തിലായിരുന്നു അവിടുത്തെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ യൂസർ ഫീ കളക്ഷന്റെ ഒക്കെ ഇതെല്ലാം പൊക്കോണ്ടിരുന്നു. പിന്നെ മാഡത്തിന്റെ ഒരു പരിധിയിൽ തന്നെ ഞങ്ങൾ കുറച്ച് ഹരിതകർമ്മസേനക്കാരുണ്ട്. കാരണം എന്ത് ചെയ്താലും കൂട്ടു നിൽക്കുന്നവർ. അതില് നമ്മുടെ ഹരിതകർമ്മസേന മുൻ സെക്രട്ടറി ആയിരുന്ന സുചിത്ര, പിന്നെ സുചിത്രയുടെ അമ്മ, ഹസ്ബൻഡ്, ഇവരെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ മോളി എന്ന് പറയുന്ന ഒരു വ്യക്തി, അവരെല്ലാരും കൂടിയായിട്ടാണ് ഇപ്പം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഈ 2024 നടന്ന ഈ തിരിമറിക്ക് സുചിത്രയും ജയച്ചയായ മിനി മാഡവും മാത്രമാണ് പങ്കുള്ളത്. കാരണം തിരിമറി എന്ന് പറയുമ്പോൾ അതെന്താന്ന് കൂടെ ഒന്ന് പ്രേക്ഷകർക്ക്. തിരിമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാസത്തില് യൂസർ ഫീ കളക്ഷന്റെ കണക്ക് കറക്റ്റ് അല്ല. കാരണം അതിന്റെ മുമ്പത്തെ മാസം വരെയും യൂസർ ഫീ ഒരുവിധം കൂടുതൽ ഉണ്ടായിരുന്ന സമയത്ത് പിറ്റേ മാസത്തില് പെട്ടെന്ന് 47,000 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവര് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് 2 ലക്ഷം രൂപ വരെ കൊണ്ടുവന്ന് അക്കൗണ്ടിൽ കണക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മാഡത്തിന്റെ കയ്യിലാണ് ഓരോ ദിവസത്തെ യൂസർ ഫീ. ഒരാൾ ഇപ്പം 3 പേരെ പൈസ തന്നെ ഇവര് കൊടുത്ത കണക്ക് വെച്ചാണെന്നുണ്ടെങ്കിൽ 47,000 രൂപയാണ് മാഡത്തിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ളവരുടെ യൂസർ ഫീ മൊത്തം 9 പേരുണ്ട്. അപ്പൊ ഈ 9 പേരെ ഉള്ളിലും 3 പേരെ യൂസർ ഫീ പോയി കഴിഞ്ഞാൽ ബാക്കിയും വരണം. അപ്പം അത് കഴിഞ്ഞിട്ട് കണക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ബുക്കുകളുണ്ട്. നഗരസഭയുടെ ഇതിൽ തന്നെ നമുക്ക് 11 ബുക്കുണ്ട്. ആ ബുക്കിൽ തന്നെ അവർ രേഖപ്പെടുത്തിയിരിക്കുന്ന കണക്കുകൾ ആ മാസത്തിലത് ഫേക്ക് ആയിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ശമ്പളം കൊടുത്തിരിക്കുന്നത് ഈ 47 രൂപ കൊണ്ടുവന്ന് കൊടുത്തതിന് ആ 47 രൂപനെ എങ്ങനെയൊക്കെയോ ആട്ടിക്കൂട്ടി വെച്ചിട്ട് കണക്ക് കാണിച്ചു. പക്ഷെ ആ മാസത്തിൽ അവർക്ക് സാലറി കൊടുത്തിരിക്കുന്നത് പോലും അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്ന കണക്കല്ല ആ ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇവർക്ക് സാലറികൾ കിട്ടാത്തവരും ഉണ്ട്. 2,000 രൂപ സാലറി കൊടുത്തവരുണ്ട്. ഇവർ പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ 15,000 രൂപയാണ് ഇവർക്ക് സാലറി ആയിട്ട് കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ ഇവർക്ക് കിട്ടിയിരിക്കുന്ന 2,000 രൂപ, പിന്നെ 5,000 രൂപ കൊടുത്തിട്ട് പിറ്റേ ദിവസം തിരിച്ചു വാങ്ങുന്നു. പിന്നെ ഈ 2,000 രൂപയുടെ കണക്ക് കാണിക്കാതിരുന്ന സമയത്തും ഇത് അക്കൗണ്ടിൽ ഇട്ടിട്ടില്ല. പുള്ളിക്കാരി ഇതൊന്നും അക്കൗണ്ടിൽ ഇട്ടിട്ടില്ല. ഇവര് ശമ്പളം കിട്ടാതിരുന്ന സമയത്ത് ഫെബ്രുവരിയിലെ യൂസർ ഫീ ആണ്. അപ്പം മാർച്ചിലാണ് ഈ കണക്ക് കാണിക്കാനുള്ളത്. അപ്പം മാർച്ചിൽ ഒരു 20-ാം തീയതി വരെയും ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. 21-ാം തീയതി പെട്ടെന്ന് കൊണ്ടുവന്നൊരു 47 രൂപ ഇട്ടിട്ട് അന്നത്തെ ഡേറ്റിൽ തന്നെ ഇവർക്ക് സാലറി ആയിട്ട് കുറച്ച് പൈസ കുറച്ച് പേർക്ക് അങ്ങ് വീതിച്ചു കൊടുക്കുകയാണ് അവിടെ നടന്നിട്ടുള്ളത്. അത് ആ പാസ്ബുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പം ഇവര് ഈ പൈസ കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇവരെ തന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത് തന്നെ ആ പൈസ കണക്കിൽ കാണിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവരെ തന്നെ ഭീഷണിപ്പെടുത്തി ഇവരെ കൊണ്ട് തന്നെ ആ പൈസ ഇടിയിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവര് ഓരോ വീടുകളിലും കയറിയിറങ്ങി പ്ലാസ്റ്റിക് ഒക്കെ ശേഖരിക്കുന്നു, ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്തതിന്റെ നിങ്ങൾക്ക് തരേണ്ടുന്ന കൂലി അത് തരാതെ കൃത്യമായിട്ട് ഒരു രേഖയിൽ തന്നു എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം ആ പണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്ന നിങ്ങളോട് തന്നെ പണം സ്വരൂപിക്കണം എന്നാണോ പറയുന്നത്? ഞങ്ങളിപ്പം 9 പേരുണ്ടായിരുന്നു. 9 പേരും കൂടെ ഈ മാഡത്തിന്റെ കയ്യിലും സെക്രട്ടറി ആയിരുന്നു, സുചിത്രയുടെ കയ്യിലും കൊണ്ടാണ് ഈ പൈസ കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ അക്കൗണ്ടിൽ വരേണ്ടതെന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ അക്കൗണ്ടിൽ വരണമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് സാലറി കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട് മാഡം ഞങ്ങൾക്ക് സാലറി തരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞു അത് അക്കൗണ്ടിൽ ഒരു 2 ലക്ഷം രൂപയുടെ
കണക്ക് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ തന്നെ അക്കൗണ്ടിൽ അത്രയും പൈസ ഇല്ലേന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു അതല്ല, ഒരു 4 ലക്ഷം രൂപ അത്രയും കണക്ക് കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എങ്ങനെ കാണിക്കാനാണ്, ഇനി ഞങ്ങളിൽ പൈസയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കാരണം ഈ വീടുകളിൽ കിട്ടുന്ന പൈസ എല്ലാം കൊടുത്തതാണ്. അപ്പൊ പറഞ്ഞെന്ന് വെച്ചാൽ എന്റെ ജോലിയുടെ ഇതും എന്റെ വിദ്യാഭ്യാസത്തിന്റെ ഇതും വെച്ചിട്ട് ഞാൻ ഒഴിഞ്ഞു മാറും. നിങ്ങൾ 9 പേരും ഇതിന് കണക്ക് പറയേണ്ടി വരും. നിങ്ങൾ 9 പേരും കൂടെ ഈ പൈസ എടുത്ത് മറിച്ചെന്നും പറഞ്ഞ് ഞാൻ പറയും. അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയിട്ടായാലും ഈ പൈസ കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ 9 പേരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നിട്ട് ഈ സുചിത്ര ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി ചെങ്കച്ചുള സുചിത്രയാണ് ഞങ്ങൾ അവിടെ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയി ചോദിച്ചപ്പോൾ അവര് ഞങ്ങൾക്ക് പൈസയൊന്നും തന്നില്ല. പകരം തിരിച്ചു വന്നിട്ട് ഞങ്ങൾ രാത്രി നല്ല ഉറക്കമില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഇവര് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞമ്മേരെ മോളെ വള വാങ്ങിച്ച് പണയം വെച്ചാണ് ഒരു 47,000 രൂപ ഞാൻ കൊണ്ട് കൊടുത്തതാണത്. ഇപ്പൊ ഈ മാഡം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുത്ത ഈ 47,000 രൂപയാണ് കണക്കിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ളവരും അതുപോലെ ഇവരെല്ലാവരും കൊണ്ട് കൊടുത്തതാണ്. അപ്പൊ ആ പൈസയൊന്നും കണക്കിൽ വന്നിട്ടില്ല. എന്നിട്ടും ഈ പൈസ കൊടുത്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ 2 ലക്ഷം എല്ലാവരും കൊടുത്ത പൈസ ഉണ്ട്. അപ്പൊ ഇതും കൂടെ ആകുമ്പോൾ 4 ലക്ഷം രൂപയായി അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് സാലറി വരുന്നില്ല. സാലറി വരാതിരുന്നപ്പോഴത്തേക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീണ്ടും ചോദിച്ചു. അപ്പം അശ്വതിക്ക് ഇത്ര ഇത് ഞാൻ പറഞ്ഞു ഇല്ല മേഡം, എനിക്ക് സാലറി കിട്ടിയാലേ പറ്റും. ഞാനും എൻ്റെ ഹസ്ബൻഡ് ഈ ജോലിക്കാണ് വരുന്നത്. ഞങ്ങൾക്ക് 6 മാസമായ കുഞ്ഞ് എപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കൊച്ചിന് പൊടി വാങ്ങാൻ പോലും എൻ്റെ നിവർത്തിയില്ല, എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ, വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നെ റൂമിൽ കയറ്റിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തൽക്കാലം അശ്വതി ഈ പൈസ കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞ ഒരു 2,000 രൂപ എൻ്റെ കയ്യിൽ തന്നു, കടമായിട്ടാണ് തന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിത് പോരാ, എനിക്ക് ശമ്പളം കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ ആവട്ടെ എന്ന് പറഞ്ഞു. രാവിലെ ആയിട്ടും ഞങ്ങൾക്ക് ശമ്പളം ഒന്നും വരുന്നില്ല. അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ശമ്പളം വരുമെന്ന് പറഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ അക്കൗണ്ടിൽ ഒരു 5,000 രൂപ ഇട്ട് തന്നു. 5,000 ഇട്ട് തന്നപ്പോൾ ഞാൻ ചോദിച്ചു മേഡം എനിക്ക് ഈ 5,000 എന്ത് കണക്കിലാണ് തന്നത്? കാരണം എനിക്ക് ആ സമയത്ത് 15,000 രൂപ ശമ്പളം വരേണ്ട, എനിക്ക് 5,000 രൂപ. അപ്പൊ പറഞ്ഞു ഈ 5,000 അശ്വതി എടുക്കാൻ പാടില്ല, തിരികെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നാളെ രാവിലെ വരും. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്തിനാ? അതും എന്തോ കണക്ക് കാണിക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസയും പിറ്റേന്ന് രാവിലെ മേഡത്തിന്റെ കയ്യിൽ തന്നെയാണ് കൊണ്ട് കൊടുത്തത്. പിന്നെ മേഡത്തിന് കൊടുത്തതിന് പ്രത്യേകിച്ച് വേറെ തെളിവൊന്നുമില്ല. ആ സമയത്ത് മേഡത്തിന് കൊടുക്കുമ്പോൾ ഞാൻ ഒരു ബുക്കുണ്ടായിരുന്നു, ബുക്കിലെല്ലാം എഴുതി വെക്കുമായിരുന്നു. അപ്പൊ മേഡം തന്നെ ഒരു ദിവസം പറഞ്ഞ് അശ്വതി ആ ബുക്ക് ഒന്ന് താന്ന് പറഞ്ഞു. മേഡത്തിന് അറിയായിരുന്നു ഞാൻ എഴുതി വെക്കുന്നത്, മേഡത്തിന് മുന്നിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് ആ ബുക്ക് മേഡം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്കും ഇതുപോലെ ഇങ്ങനെ ഇവരെല്ലായിടത്തും ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് ഒരു ബുക്ക് ഇങ്ങനെ മേഡം വാങ്ങിച്ചിട്ടുണ്ട്, തെളിവുണ്ടെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. ആ ബുക്കാണ് തെളിവെന്ന്. അപ്പൊ അത് ബുക്ക് മേഡത്തിന്റെ കയ്യിലാണ്ട് വേറെ തെളിവൊന്നും തരാൻ ഞങ്ങൾക്കില്ല. അപ്പൊ എന്റെ ഹസ്ബൻഡിന് ആ മാസത്തിൽ ശമ്പളം കൊടുത്തേക്കണെന്ന് വെച്ചാൽ 2,000 രൂപയാണ്. 2,000 രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു മാസം എന്തായാലും ജീവിക്കാൻ പറ്റൂല. വീട്ടിൽ 2 പേര് ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തപ്പോ 4,000 രൂപയാണ് ശമ്പളമായിട്ട് കിട്ടിയിരിക്കുന്നത്. ആകെ 2,000 രൂപ കിട്ടിയിട്ടുള്ളൂ. ആ 2,000 രൂപ വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കാനാണ്? കണക്കിൽ എഴുതിയിരിക്കുന്നത് 5,200 വെച്ച് എഴുതി വെച്ചേക്കും, നമുക്ക് തന്നെന്നും പറഞ്ഞ് രേഖ എഴുതി വെച്ചു. പക്ഷെ അതിൽ നമ്മൾ സൈൻ ചെയ്തിട്ടില്ല, ഒപ്പോടെ ഇട്ടിട്ടില്ല. പക്ഷെ അതിൽ നമ്മളെ ഒപ്പും അതിലിട്ടേക്കും. അത് ആരിട്ടെന്ന് നമുക്ക് പറഞ്ഞു. നിങ്ങളെല്ലാവരും ഒപ്പ് അതിൽ വന്നേക്കും. ഇപ്പൊ ഞങ്ങൾ ഈ പരാതി തരാൻ കാരണം എന്ന് വെച്ചാൽ അത് ഞങ്ങൾ അവിടെ കളഞ്ഞു. കാരണം ഞങ്ങൾക്ക് കൗൺസിലർ ഒരു അവസരം ഒരുക്കി തന്നു ഇതെല്ലാം വിളിച്ചു പറയാൻ വേണ്ടിയിട്ട്. വിളിച്ചു പറയാൻ കയറിയ സമയത്ത് ഞങ്ങളെ മാഡം പറഞ്ഞെന്ന് വെച്ചാൽ പുറത്ത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 9 പേരും എഴുതി വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് ഞങ്ങൾ ആരും ഒന്നും പുറത്തൊന്നും പറഞ്ഞില്ല. അതെല്ലാം ഞങ്ങൾ അവിടെ കളഞ്ഞ് ഞങ്ങൾ പിന്നെ വേറെ ഒന്നിനും പോയില്ല. കാരണം എല്ലാവർക്കും പരാതി കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ല. എല്ലാവരും ഉദ്യോഗസ്ഥർക്ക് അവരെ കൂടെ നിൽക്കണം, നമ്മളെ പോലുള്ളവരുടെ കൂടെ ആരും നിൽക്കുന്നില്ല. പകരം ഞങ്ങൾ വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി. ജോലി ചെയ്തതിന് ശേഷം ഇപ്പം വീണ്ടും കഴിഞ്ഞ മാസമായപ്പോൾ വീണ്ടും അതേ പ്രശ്നം തന്നെ വീണ്ടും വരുന്നുണ്ട്. ഒരു 11,500 രൂപ അക്കൗണ്ടിൽ കാണുന്നില്ല. ഇത്രയും ദിവസം ഇന്ന് ഇത്രയും സമയത്ത് ഞങ്ങൾ സാലറി എടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ അടുത്ത് ജയിച്ച് ഉൾപ്പെടെ പറഞ്ഞ ഞങ്ങൾക്ക് ഒരു കോർഡിനേറ്ററും കൂടെ ഉണ്ട്. ആ കോർഡിനേറ്റർ ഉൾപ്പെടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കണക്ക് തരും, ഈ കണക്കിൽ നിങ്ങൾ ഒപ്പിട്ട് തന്നെ അവർ തരണ കണക്കിൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറയും. പക്ഷെ ഞങ്ങൾക്ക് MEC ഒക്കെ കണക്ക് ചോദിക്കും. ആ കണക്ക് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ എങ്ങനെ കണക്ക് കൊടുക്കും? കണക്ക് പ്രകാരം 11,500 രൂപ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഒന്നുകിൽ ഞങ്ങളെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഇടേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ പറയും ഞങ്ങളെടുത്ത് പ്രസിഡന്റ് സെക്രട്ടറിയും കൂടെ എടുത്ത് മുക്കിയെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ കണക്ക് കൃത്യമായി അറിഞ്ഞതിന് ശേഷമേ ഞങ്ങൾ ഒപ്പിടും. അപ്പം കൂടുതലൊന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കേണ്ട, പറയുന്നത് കേട്ടാൽ മതി. കേട്ടില്ല എന്നുണ്ടെങ്കിൽ 5 പേര് ജോലി പോവും, നിങ്ങൾ 5 പേരും പുറത്താക്കുമെന്ന് പറഞ്ഞാൽ അവർ ഞങ്ങള് പറയുന്നത്. കോർഡിനേറ്റർ രേഷ്മയും പിന്നെ സുജിത്ത് സാറെന്ന് പറഞ്ഞിട്ട് സാറുമാണ് പറയുന്നത്. ഇതിനെല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത് ഈ മിനിമേഡത്തിന് നമ്മൾ സ്ഥാനം മാറ്റി സുജിത്ത് സാറിനെയാണ് സ്ഥാനം ഏൽപ്പിച്ചേക്കണം. പക്ഷെ എല്ലാ കാര്യത്തിലും മിനിമേഡമാണ് എല്ലാത്തിലും വന്ന് തലയിട്ട് നിൽക്കും. എന്നിട്ട് മാഡം പറയുന്നത് മാത്രമേ ഈ സാറായാലും കോർഡിനേറ്റർ ആയാലും ഇവരെല്ലാവരും കേൾക്കുള്ളൂ. കാരണം അതൊരു വീടാണ്, അത് ഓഫീസാണ് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ പറയും ഇവിടെ സംസാരിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ
ഈ ബാക്കിയുള്ളവരിത് അവിടെ അവരുടെ മക്കളും അവരുടെ എല്ലാവരെയും കൊണ്ടുവരികയും ഒരു ഓഫീസിൽ ഇരിക്കേണ്ട രീതിക്കല്ല ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇരിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും നമ്മൾ പറയാൻ പാടില്ല. അത് മാത്രമല്ല, ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവര് ഞങ്ങളെ ജാതി വിളിച്ചിട്ടാണ് പറയുന്നത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവര് പറയുന്നതെന്ന് വെച്ചാൽ പട്ടികൾ വരുന്നു, പട്ടികജാതിക്കാർ. പട്ടികജാതിക്കാരെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ പട്ടികളെന്നും അങ്ങനെയൊക്കെ വിളിച്ചിട്ടാണ് ഞങ്ങളെ പറയുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ പട്ടികജാതിക്കാരായത് ഞങ്ങളൊരു തെറ്റുകൊണ്ടൊന്നും അല്ല ഞങ്ങൾ അങ്ങനെ ആയത്. അപ്പൊ എവിടെ ചെന്നാലും അവര് പറയണത് ഒരിടത്തും നമുക്കൊരു നീതി കിട്ടുന്നില്ല. എല്ലാവരുടെ അടുത്തും ഞങ്ങൾ കാണേണ്ടവരെ അത്രയും കണ്ടിട്ടും ഞങ്ങൾക്കൊരു നീതി കിട്ടുന്നില്ല. എല്ലാവരും അവർക്ക് സപ്പോർട്ടായിട്ടേ നിൽക്കുന്നുള്ളൂ. എന്താണ് ഇതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞില്ല. ഇവിടെ നിന്നെങ്കിലും ഒരു നീതി കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ വരാം. കാരണം ഇന്നലെ ഞങ്ങൾക്ക് ലോഡിംഗ് ആയി ആ ലോഡ് അത്രയും കയറ്റി ഞങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടും പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ജോലി ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് ആണ് റിപ്പോർട്ട് കൊടുത്തേക്കണത്. നമ്മൾ 5 പേര് ജോലി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. ഇന്ന് രാവിലെ ചെന്നപ്പോൾ ഞങ്ങൾ അറ്റൻഡൻസിൽ ഒപ്പിടാൻ സമ്മതിച്ചിട്ടില്ല, ജോലിക്ക് കയറാൻ സമ്മതിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയണം. കാരണം ഈ പൈസയുടെ ഈ കള്ളത്തരം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. ഞങ്ങൾ പോകുന്ന റൂട്ടിലോ അല്ലെങ്കിൽ ഞങ്ങളെ ബുക്കിലോ എന്തെങ്കിലും ഒരു പൈസയുടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് കാണിക്കാം. എങ്കിൽ ഞങ്ങൾ 5 പേരും സ്വയം ഒഴിഞ്ഞു പോകാൻ ഞങ്ങൾ സമ്മതിക്കും. പക്ഷെ നിങ്ങളിപ്പോ കൊടുത്ത തുകയിൽ എത്ര രൂപയാണ് കാണാതായിരിക്കുന്നത്, അല്ലെങ്കിൽ കണക്ക് കൃത്യമായിട്ടില്ലാത്തത് എത്ര രൂപയുടേതാണ്? ഇപ്പൊ ഈ വർഷത്തിൽ നടന്നതാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസത്തിലാണ് ഒരു 11,500 രൂപ വരെ ഒരു മിസ്റ്റേക്ക്. അപ്പം പ്രസിഡന്റ്, സെക്രട്ടറിയും കോർഡിനേറ്ററും കൂടെ ഇരുന്നാണ് കണക്ക് നോക്കാനുള്ളത്. അങ്ങനെ കണക്ക് നോക്കുന്ന സമയത്ത് ഈ കോർഡിനേറ്ററിന്റെ ചോദിച്ചപ്പോഴത്തേക്ക് കോർഡിനേറ്റർ പറഞ്ഞെന്ന് വെച്ചാൽ അവരുടെ 5 പേരുടെ പൈസ അവർ 5 പേര് സാധാരണ ഹരിതകർമ്മയിൽ പ്രസിഡന്റ്, സെക്രട്ടറിയാണ് കാര്യങ്ങളെല്ലാം നോക്കാനുള്ളത്. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവർ 5 പേരെ കണക്കോ ഞങ്ങൾക്കൊന്നും തരാറില്ല. ഇതെല്ലാം കോർഡിനേറ്ററും സാറും അവരൊക്കെയാണ് നോക്കുന്നതെന്നാണ് പറഞ്ഞത്. കണക്ക് നോക്കുമ്പോ ഇപ്പം ഈ ബിനുവിന് തന്നെ ഒരു ബില്ല് എഴുതി വെച്ചത് കോർഡിനേറ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ 250 എഴുതേണ്ട അടുത്ത് 2,500 എന്നാണ് എഴുതി തരണത്. ഞങ്ങൾ ഇടേണ്ട പൈസ ആകെ 250 ഇടാനുള്ളൂ, അതിന് 2,500 എഴുതി തരും. അങ്ങനെയാണ് കോർഡിനേറ്റർ എഴുതി തരുന്നത്. അപ്പൊ അങ്ങനെ തെറ്റുകൾ വരുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിലും തെറ്റുകൾ വരാം. അപ്പൊ ഞങ്ങളെല്ലാം അത് കറക്റ്റ് ചെയ്ത് നോക്കിയാണ് പോകുന്നത്. അങ്ങനെ നോക്കിയതിന്റെ കൂട്ടത്തിൽ ഒരു 11,500 ഒരു മിസ്റ്റേക്ക് കണ്ടപ്പോൾ കോർഡിനേറ്ററിന് ചോദിച്ചു ഇതിലെന്തെങ്കിലും. അപ്പൊ പറഞ്ഞു ഇല്ല, അവർ ആ പൈസ എല്ലാം ഇട്ടിട്ടുണ്ട്, നിങ്ങളാണ് ഇടാത്തത്, അവര് അല്ല. നിങ്ങൾ കൂടുതലൊന്നും ചോദിക്കാനും പറയാനും നിൽക്കണ്ട. ഞങ്ങൾ പറയുന്നത് മാത്രം അങ്ങോട്ട് കേട്ടാൽ മതി. കേട്ടില്ല എന്നുണ്ടെങ്കിൽ 5 എണ്ണം പോവാൻ തയ്യാറായി നിന്നോ എന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പൊതുവെ അങ്ങനെ പറയാൻ പാടില്ല എങ്കിൽ പോലും സ്ത്രീകളോടാണ് ഇത്തരത്തിലൊരു രീതിയിൽ പെരുമാറുന്നത് കാണുന്നത്. കാരണം തിരിച്ചു ചോദിക്കില്ല എന്നുള്ളൊരു ധൈര്യം പലപ്പോഴും മലയാളികളെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പം ചേട്ടനെ പോലെ ഒരാളും ഇവരെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവര് ഇത്തരത്തിൽ ബിഹേവ് ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു? പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? പരാതി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അവര് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവര് കൊണ്ടുവന്ന് കേസ് കൊടുക്കും. അവര് നമ്മൾ അടിച്ചെന്നാ പെണ്ണുങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അറിയില്ല, വലിയ കേസാവും. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടില്ല. അവര് തന്നെ എല്ലാം സംസാരിക്കുക. കഴിക്കാൻ നിന്നപ്പോ ഇതിന്റെ കൂട്ടത്തിലുള്ള സുചിത്ര ആ കടയിൽ വന്നിട്ടാണ് ഞാൻ കഴിക്കാനല്ല ഏവന്റെ കൂടെ കിടന്നിട്ട് ഇറങ്ങി വന്നെന്ന് വരെ എന്റെ ഹസ്ബൻഡിനെ മുമ്പ് വെച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷെ പ്രതികരിച്ചില്ല. കാരണം വേറൊന്നുമല്ല, അവരെ സ്വഭാവം എന്ന് വെച്ചാൽ അവരുടെ അമ്മയുടെ മോളെയൊക്കെ സ്വഭാവം എന്ന് വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ബ്ലൗസ് കീറുക, കേസ് കൊടുക്കുക. ഇതാണ് അവരവിടെ ചെയ്യുന്നത്. അവരുടെ സ്ഥലം ഒരുവാതിൽക്കോട്ടയിലാണ്. അവിടെ തിരക്കാൻ അറിയാന്നുള്ള കാര്യമാണ് ഇവരെ കുറിച്ച്. അതുകൊണ്ട് 2 പൊടി മക്കളുള്ളതാണ്. ഞങ്ങൾക്ക് ഇതിന്റെ പിറകെ പോകാനുള്ള ഇതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്തില്ല. പകരം സാറിനടുത്ത് ചെന്ന് പറയാന്ന് പറഞ്ഞു. സാറിന്റെ അടുത്ത് ചെന്നപ്പോൾ സാറ് പറഞ്ഞു ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവി കൊണ്ട് കളയണം. അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ പറയാം. എന്നിട്ട് പറയാം നിങ്ങളെ വീട്ടുകാര്യങ്ങളാണെന്ന്. ഇത് വീട്ടുകാര്യങ്ങളല്ല, ജോലി സ്ഥലത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന JHI ആയാലും HI ആയാലും ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത് അവരാണ്. കോർഡിനേറ്റർ ഉൾപ്പെടെ അവർക്ക് സപ്പോർട്ട് എന്ത് വേണോ അവര് ഞങ്ങളെ എന്ത് ചെയ്താലും അതിനെല്ലാം തിരിച്ച് ഞങ്ങളാണ് പ്രതികരിക്കുന്നത്. കാരണം അവർ പറയുന്ന കേട്ടിച്ച് അവർക്ക് അടിയും കൊണ്ട് ഞങ്ങൾ കിടക്കണം. ഈ കിടന്ന് ഞങ്ങൾ 5 പേരെ കൊണ്ടുവന്ന പൈസ നോക്കുമ്പോ തന്നെ അറിയാം 26-30 ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഈ 5 പേര് കൊണ്ടുവരുന്ന പൈസ എത്രയെന്ന് നോക്കണം. ഞങ്ങൾ കൊണ്ടുവരുന്ന പൈസ എന്നാണ് വീതിച്ച് ഈ സാലറി വീതിക്കുമ്പോൾ 10 പേർക്ക് വന്നു. 10 അല്ല, ഇപ്പൊ 11 ആയിട്ടാണ് വീതിക്കുന്നത്. ഈ കോർഡിനേറ്ററിന് കൊടുക്കേണ്ടത് 30,000 രൂപ എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് പോലും അത്രയും ശമ്പളം ഇല്ല. 1 മണിയാകുമ്പോ വീട്ടിൽ പോകും. 8 മണിക്ക് വന്ന് 8 എന്നുള്ള 9 മണിയാകുമ്പോഴാണ് കോർഡിനേറ്റർ വരുന്നത്. വന്നിട്ട് 1 മണിയാകുമ്പോൾ ആള് വീട്ടിൽ പോകും. ആ ആളിന് 15,000 രൂപ. ഞങ്ങൾ അടി ഉണ്ടാക്കിയാണ് 15 വരെ എത്തിച്ചത്. ആ 15,000 രൂപ കൊടുക്കണമെന്ന് ഞങ്ങള് കിടന്ന് കഷ്ടപ്പെട്ട് രാവിലെ 8 മണിക്ക് വന്ന രാത്രി 8 മണി വരെ കിടന്ന് കഷ്ടപ്പെട്ടാൽ പോലും ഞങ്ങൾക്ക് അത്രയും ശമ്പളം ഇല്ല. ഞങ്ങൾക്ക് ശമ്പളം കൂടുന്ന അനുസരിച്ച് ഈ കോർഡിനേറ്റർ ശമ്പളം കൂട്ടി കൊടുക്കണമെന്നും കൂടിയാണ് കോർഡിനേറ്റർ പറയണത്. എന്തായാലും ഞങ്ങൾക്ക് ഇപ്പൊ ഈ കോർഡിനേറ്ററിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടാനും ഈ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പോവാൻ ഈ കോർഡിനേറ്ററും അത് ഞങ്ങൾക്ക് പറ്റുന്ന കാര്യമല്ല. കോർഡിനേറ്ററിനെ തെരഞ്ഞെടുത്തത് CDS അല്ലേ,
CDSും ഗായത്രി മേഡം ചെയർപേഴ്സണും കൂടിയായിട്ടാണ് എന്നുവെച്ചാൽ ഈ വാർഡിൽ ഈ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷെ ഇതിന് മുൻകൈ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ CDS സിന്ധു മേഡമാണ്. സിന്ധു മേഡത്തിന്റെ ഇതിലാണ്. അപ്പം ഞാനും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സെക്രട്ടറി പ്രസിഡന്റ് നിങ്ങളൊന്ന് മാറ്റി തരുന്ന സമയത്ത് തന്നെ നമുക്കിതൊരു ചേഞ്ച് വരുത്താം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ കോർഡിനേറ്ററിനെ കൂടി കൊണ്ടുവച്ചിട്ട് ഇതിന് പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ നോക്കിയതാണ്. പക്ഷെ പ്രശ്നം വഷളായിട്ടേ ഉള്ളൂ. കാരണം ഇവരിപ്പോഴും ആ മിനി മേഡം അവിടെ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഇവരെല്ലാരെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. കാരണം അവരുടെ ഒരു വരുമാനം സത്യം പറഞ്ഞ അവിടെ നിലച്ചു. ഒരു 100 രൂപയുടെ ബില്ല് കൊടുത്തിട്ട് ഇവര് 1300 1500 ഒക്കെ സുചിത്രയും ഭർത്താവും ഒക്കെ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പൊ അതിലൊരു പങ്ക് മിനി മേഡത്തിനും കിട്ടും. അപ്പൊ ഇതെല്ലാം കൂടി വെച്ചിട്ട് നോക്കണം. പിന്നെ ഒരു ഇതുമില്ലെങ്കിൽ ഞാൻ ചോദിക്കാം, ഇപ്പൊ ഈ ഹരിതകർമ്മസേനയില് ജോലി ഒരു ദിവസം ലീവ് ആണെങ്കിൽ പോലും നമുക്ക് ആ ലീവ് എടുക്കുന്ന ദിവസം നമുക്ക് സാലറി ഇല്ല. എല്ലാ ഹരിതകർമ്മസേനയും അങ്ങനെ തന്നെയാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു ടൈം കണ്ടെത്തി ഇത് ചെയ്തു കൊടുത്ത് നമുക്ക് ആ ശമ്പളം കിട്ടും. ഈ വാർഡില് ഞാൻ വന്നപ്പോഴത്തേക്കും നടന്ന ഒരു കാര്യമാണ്, ഈ സെക്രട്ടറി ആയ സുചിത്ര പ്രഗ്നന്റ് ആയിരുന്നു. ആ സമയത്തും ജോലി ചെയ്തു. പക്ഷെ പ്രസവിച്ച് കിടന്ന സമയത്ത് 3 മാസം വരെയും സുചിത്ര ജോലിയിലില്ല. പക്ഷെ സുചിത്രയ്ക്ക് എല്ലാ മാസവും ഈ 3 മാസം സാലറി അക്കൗണ്ടിൽ പോയി. അത് ഈ നഗരസഭ അറിഞ്ഞിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ഇപ്പം ഓഡിറ്റ് നടത്തുമ്പം സാറ് തന്നെ ചോദിക്കും, ഓഡിറ്റ് നടത്തുമ്പം ഈ ഓഡിറ്റ് നടത്തുന്ന സമയത്തും ഇവർക്ക് കണക്ക് കൊടുക്കേണ്ടതാണ്. ഈ 9 പേരിൽ 8 പേരെ ജോലി ചെയ്തിട്ടുള്ളൂ. ഒരാൾക്കുള്ള സാലറിയും കൂടി ബാക്കിയുള്ളവർക്കാണ് കയറാനുള്ള. പക്ഷെ വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്ന സുചിത്രയുടെ അക്കൗണ്ടിൽ പോയി. അതും നഗരസഭ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതെല്ലാം ഇവര് ഒത്തു കളിച്ചിട്ടുള്ള ഇതാണ്. ഈ വാർഡില് ഈ ജയച്ചയും എച്ചയും ഒത്തു കളിച്ചിട്ട് നഗരസഭയെ വരെയും കബളിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ ജോലി ചെയ്തിരിക്കുന്നത്. നമുക്കറിഞ്ഞൂടാ രാഷ്ട്രീയ പിന്തുണയിലാണോ അവര്. പക്ഷെ ഇവര് ജോലി പവർ പറയുന്നുണ്ട്. ഇവരെ ജോലിയുടെ പവർ എന്താണെന്നുള്ളത് കാണിച്ചില്ല. ഇപ്പോഴും ഇവരുടെ എന്തിന്റെ ഉദ്ദേശത്തിൽ ഇപ്പൊ നമ്മളവിടെ ഒറ്റപ്പെട്ട് ഇപ്പൊ പട്ടികജാതി ആയിരുന്നാലും എന്തായിരുന്നാലും ഞങ്ങൾ പുഴു അരിച്ചും വെയിൽ കൊണ്ടും മഴ കൊണ്ടും ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളെ പിന്തുണയ്ക്കാൻ ആരുമില്ല. അത് ഞങ്ങൾ മാത്രം. അപ്പൊ ഞങ്ങൾ ഒറ്റയാണെന്ന് വിചാരിച്ചു തന്നെയാണ് ഞങ്ങൾ 5 പേര് ഇതിനായിട്ട് ഇറങ്ങി. പക്ഷെ അവർ ഈ തെറ്റ് ഇത്രയും ചെയ്തിട്ട് അവരെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ആളുണ്ട്. ഇത് പുറത്ത് കൊണ്ടുവരാൻ നോക്കുന്നില്ല. ഇപ്പം അശ്വതി പറഞ്ഞതുപോലെ ഓഫീസിൽ വരണ സമയത്ത് ചീത്തവിളി കേൾക്കണം. ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെയുള്ള തെറ്റുകളൊന്ന് ചൂണ്ടിക്കാണിച്ചു. എന്ന് വെച്ചാൽ നമ്മളെ ഈ സ്ക്രാപ്പും നമുക്ക് 10 പേരുണ്ട്. 10 പേർക്ക് അവകാശപ്പെട്ടതാണ്. സ്ക്രാപ്പ് എടുത്തുകൊണ്ട് പോയി ഇവര് സ്വന്തമായിട്ട് വിൽക്കുകയാണ് ചെയ്യണത്. അപ്പൊ അത് ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ച്, മോളി എന്ന് പറയുന്ന വ്യക്തി നമ്മള് റൂട്ടുകളിൽ നിന്നും കിട്ടുന്ന ബേസ്ബോർഡ് സഹിതം എടുത്തോണ്ട് ഇവരുടെ കടയുടെ ബാക്കിൽ കിംസിന്റെ അവിടെ. അപ്പൊ ഇത് ഞാൻ ഒരു തെളിവ് എടുത്ത് ഗ്രൂപ്പിൽ അങ്ങ് ഇട്ട്. ഞാൻ എന്ന് വെച്ചാൽ നമുക്ക് അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് അത് അറിയിച്ചത്. അത് അറിയിച്ചതിന്റെ പേരിൽ ഞാൻ ഇഷ്ടം പോലെ ടോർച്ചറിങ് ഞാൻ ആ വാർഡിൽ അനുഭവിച്ച് കയറി ചെല്ലാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എന്നെ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്തെന്ന് വെച്ചാൽ, എന്റെ മോൻ ഇത് ഡിസബിലിറ്റി ഉള്ളതാണ്. ആ കൊച്ചിനെ വെച്ചിട്ട് വരെ എന്നെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഈ സ്വഭാവമുള്ള നിനക്ക് എങ്ങനെ നല്ലൊരു കൊച്ചിനെ കിട്ടും എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചത് തെറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തുമാത്രം കുട്ടികൾ ഇതേപോലെ ഉണ്ട്. അപ്പൊ അവരെ എല്ലാം വീട്ടുകാർ തെറ്റ് ചെയ്തിട്ടാണ്. അപ്പം ഇവർ ആ രീതിയിൽ പറഞ്ഞ് എന്നെ നല്ല രീതിയിൽ മാനസികമായിട്ട് പ്രഷർ ചെയ്തതിന്റെ പേരിൽ എനിക്ക് അവിടെ ഇരുന്ന് ഒരു ആത്മഹത്യ പ്രേരണ എനിക്ക് ഉണ്ടായതിന്റെ പേരിൽ ഞാൻ അവിടെ ഇരുന്ന് അതുവരെയും ഞാൻ ചെയ്ത് അവസാനം ഇവരെല്ലാരും എന്നെ കാണാത്തതിന്റെ പേരിൽ എന്നെ വിളിച്ച് അവസാനം ഞാൻ ഒരു അവശ്യ നിലയിലായതിന്റെ പേരിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് റൂട്ടിൽ നിന്ന് ഇവള് ഓടി വരികയും എന്നെ ആശുപത്രി കൊണ്ടുപോവുകയും ചെയ്ത് അതിന്റെ പേരിൽ എന്റെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് പേട്ട സ്റ്റേഷനിൽ കേസ് കൊടുക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ ജോലിക്ക് കയറിയ ഇവര് പറയണ അനുസരിച്ച് നമ്മൾ നിൽക്കണം. അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ എന്തെങ്കിലും പ്രതികരിക്കുകയോ നമ്മളെ വായിന്ന് എന്തെങ്കിലും വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവര് ജെ എച്ച് ഈ ബാക്കിയുള്ള ഹരിതകർമ്മസേനക്കാരും കൂടി ചേർന്നാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വരെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ഇവര് ചോദിച്ചപ്പോഴും അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അപ്പൊ ഞാൻ എങ്ങനെ ഹോസ്പിറ്റലിലായി? അങ്ങനെ ഒരു സംഭവമല്ല, എനിക്ക് തലയ്ക്ക് വെട്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലാവാൻ. എന്നിട്ട് എന്റെ വീട്ടുകാർ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് കളയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പിൽ ഇപ്പൊ ജോലി സംബന്ധമായ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോഴത്തേക്ക് എന്റെ ഭർത്താവിനെ സഹിതം അതിനകത്ത് വലിച്ചഴിച്ചിടും. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു ഇതേപോലെ സ്ക്രാപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. എന്ന് വെച്ചാൽ ക്ലസ്റ്റർ അനുസരിച്ച് പോകണമെന്നാണ് 2 പേര്. അതിൽ എന്റെ ക്ലസ്റ്റർ എന്ന് പറഞ്ഞ സുചിത്രയാണ്, മുൻ സെക്രട്ടറിയായ സുചിത്രയാണ്. ചേച്ചിയുടെ കൂടെ നിന്ന് ഈ തീരുമാനം നടത്തിയ സുചിത്ര. അപ്പൊ സുചിത്രയ്ക്കൊപ്പം എന്നെ ജോലിക്ക് പോയ സമയത്ത് സുചിത്രയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല.
അങ്ങനെ എന്നെ ആ സമയം തൊട്ടേ സുചിത്രയും ജയച്ചയും കൂടി എന്നെ ജോലിയിൽ നിന്ന് മാറ്റാൻ വേണ്ടി പലവിധമായ കള്ളത്തരങ്ങളും ആരോപണങ്ങളും എന്റെ നേരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഞാൻ മൈൻഡ് വയ്ക്കാൻ പോയിട്ടില്ല. എന്ത് വന്നിട്ടും ഞാൻ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണമെന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഗായത്രി മാഡത്തിന്റെ അടുത്ത്, ചെയർപേഴ്സൺ ഗായത്രി മാഡത്തിനോട് ഞാൻ ഈ കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ വഴിയൊക്കെയാണ് ഈ ജയച്ചേനെ മാറ്റി നിർത്താനുള്ള കാരണം. പക്ഷെ അതിനൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. കാരണം ആ വാർഡിലിരിക്കുന്ന HI ഷമ്മി സാറ്, പിന്നെ മറ്റു വാർഡിലെ ഇപ്പോഴത്തെ നമ്മളെ ചാർജുള്ള സുജിത് റോയ് സാറ്, ജയച്ചേ, ഇവരെല്ലാം ഒറ്റ കെട്ടാണ്. സാറിനും ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, സാറെങ്കിലും ന്യായത്തിന്റെ പിറകെ നിൽക്കുമെന്നുള്ളത്. ഇപ്പൊ ഞാൻ ഇഷ്ടം പോലെ വാട്സപ്പിൽ, സാറിന്റെ വാട്സപ്പിൽ തന്നെ ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ, 100 രൂപയുടെ ബില്ല് കൊടുത്തിട്ട് 1300 രൂപ വാങ്ങുന്നു, പിന്നെ 100ന്റെ ബില്ല് കൊടുത്തിട്ട് 200 രൂപയുടെ യൂസർ ഫീ കളക്ഷൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഇവര് യൂസർ ഫീ വാങ്ങുന്നു. അപ്പൊ ആ 400 രൂപ എവിടെ? അതൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള രീതിയിൽ ഞാൻ പേഴ്സണലി സാറിന് ഇട്ട് കൊടുക്കുകയാണ്. പക്ഷെ ഇന്ന് വരെ സാർ അത് തിരക്കിയിട്ടില്ല. ഇന്നിപ്പോ രാവിലെ ഞങ്ങൾ ഒപ്പിടാൻ ചെന്നപ്പോഴും സാറ് ഞങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഇന്നലെ തന്നെ ഞങ്ങൾ ജോലി ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഈ ജോലി അപ്പൊ അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ടായിരുന്ന സഹിതമാണ്. എന്നിട്ട് ഞങ്ങൾ ജോലി ചെയ്യുന്നില്ല ജോലി ചെയ്തിട്ടില്ല എന്നാണ് അവര് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെ ചെയ്തതാണ്, ഇന്നലത്തെ ദിവസം ഞങ്ങൾ ചെയ്ത ജോലിയാണ്. ഇതൊക്കെ പിന്നെ ആര് ചെയ്തു? ഇന്നലെയും പിന്നെ വേറൊരു രീതി നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് 5 പേരെ എന്ന് വെച്ചാൽ ഇവർക്ക് അതിക്രമങ്ങൾക്ക് കൂട്ട് നിന്ന് കൊടുക്കണം 5 പേരെ ഇവര് സേവ് ചെയ്യാൻ നല്ല പോലെ നോക്കുന്നുണ്ട്. റൂട്ടിൽ പോയാണ് QR കോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് പോലും പെർമിഷൻ ഇല്ലാതെ ഇവര് സോണലിൽ ഇരുത്തിക്കൊണ്ട് 5 പേരെയും കൊണ്ട് നമുക്ക് QR കോഡ് ചെയ്യണം. ഈ QR കോഡിന്റെ കൗണ്ട് അവരുടെ ഫോണിൽ അവര് ചെയ്യിപ്പിച്ച് അവരത് കൂട്ടി. അപ്പൊ ഞങ്ങളത് അവിടെ ഇല്ല, ഞങ്ങൾ ചെയ്തിട്ടില്ല. കാരണം റൂട്ടിൽ പോകാത്ത ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ അവര് കൗണ്ട് കൂട്ടി വെച്ച്. പിന്നെ ലോഡിങ് കയറ്റിയ സമയത്ത് 10 പേര് നിന്ന് ലോഡിങ് കയറ്റിയ സമയത്ത് ഇവർക്ക് ഫോട്ടോ എടുക്കണ്ട. പക്ഷെ ലോഡിങ് തീർന്ന് വണ്ടി ഒരു കുറച്ച് സ്പേസ് ഉണ്ടായിരുന്ന സമയത്ത് അപ്പുറത്ത് കരിക്കകം വാർഡിലുള്ളവരെ പ്ലാസ്റ്റിക് കൂടി കയറ്റിച്ച്. അത് കയറ്റിച്ചെന്നെ ഞങ്ങളെ വിളിച്ചില്ല. 5 പേരെയും കോർഡിനേറ്റർ രേഷ്മയും ഈ സുജിത്ത് സാറും കൂടി ചേർന്ന് 5 പേരെ കൊണ്ട് ആ മറ്റു വാർഡിലുള്ള പ്ലാസ്റ്റിക് എടുത്ത് ഈ വണ്ടിയിൽ കയറ്റിക്കുന്നു. ഈ കയറ്റിക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്നു. ഈ ഫോട്ടോ എടുത്തിട്ട് സാറ് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ ജോലി ചെയ്യുന്നതിലേക്ക് വീട്ടിൽ പൊക്കോളാം. അപ്പൊ അത്രയും നേരം ഞങ്ങൾ ജോലി ചെയ്തില്ല. അത് സാറ് കണ്ടിട്ടില്ല, സാറ് കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ ജോലി ചെയ്ത് സാറ് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവരിവിടെ കാണിക്കുന്ന അതിക്രമം. പിന്നെ ഞങ്ങൾ ഈ 10% പിടിച്ചിടണത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ ജോലിയിൽ നിന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് പോവേണ്ടി വരുമ്പോഴോ തരാൻ വേണ്ടിയിട്ടാണ് ഈ 10% ഇവർ പിടിച്ചിടുന്നതെന്നാണ് നഗരസഭ പറയുന്നത്. പക്ഷെ ഈ 10% ഇപ്പം കോർഡിനേറ്ററിനാണ് പൊക്കോണ്ടിരിക്കുന്നത്. അത് തന്നെ ആ കൊച്ചിന് തികയുന്നില്ല. 30,000 രൂപ പറഞ്ഞ് അത് ഇതേപോലെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരിൽ ഞങ്ങൾ 15,000 രൂപയാക്കി. നഗരസഭാ സെക്രട്ടറി അതിൽ 15,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ മാസം ഓണത്തിന് ബോണസ് സർക്കാർ തന്നെ നമുക്ക് തന്നത് 1,250 രൂപയാണ്. ഹരിതകർമ്മ സേനാക്കാർക്ക് തന്ന ബോണസ് എന്ന് പറയണം. ഇന്നലെ ഒരു മാസം കൊണ്ട് വന്ന രേഷ്മയ്ക്ക്, കോർഡിനേറ്ററിന്, ഞങ്ങളെ ഈ യൂസർ ഫീയിൽ നിന്ന് ഞങ്ങൾ 10% പിടിച്ചിട്ടുണ്ടെങ്കിൽ 15 രൂപ ആ കൊച്ചിന് തന്നെ പോകും. പിന്നെ പോയിട്ട് 2,000 രൂപയും കൂടി ഈ സുജിത് റോയ് സാറ് എഴുതി കൊടുപ്പിച്ച്. എന്നിട്ട് 10 പേരെയും സമ്മതത്തോടു കൂടിയാണ്, അങ്ങനെ മീൻസ് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. 2,000 രൂപയല്ലേ എന്ന് വിചാരിച്ച്, ഞങ്ങൾ ഒരു പെൺകുട്ടിയല്ലേ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അത് സമ്മതിച്ചു കൊടുത്തത്. അതും ഇപ്പം ഞങ്ങള് ഇതിന്റെ പുറത്ത് മാത്രമാണ് പറഞ്ഞത്. സാറിന് ഇതിലൊരു പങ്കുമില്ല എന്നാണ് ഇപ്പൊ സാറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സ്ക്രാപ്പ് വിൽക്കുന്ന പൈസയാണ് ഈ സാലറി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കോർഡിനേറ്ററിന്. 10% ഞങ്ങളത് തന്നെയാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാം. പക്ഷെ ഇപ്പൊ 10%ത്തിനും പൈസ ഇല്ല, കോർഡിനേറ്ററിനാണ് പോണം. അതിനാണെങ്കിൽ സ്ക്രാപ്പ് വിൽക്കുന്ന പൈസ വേണ്ട, പുഴുവരിക്കുന്ന കൈ കൊണ്ട് കൊടുക്കുന്ന പൈസയ്ക്ക് വിലയുണ്ട്. പക്ഷെ സ്ക്രാപ്പും വിൽക്കുന്ന പൈസ തന്നെയാണ് ഞങ്ങളെ ചോറ്. പക്ഷെ അതിന് അതുപോലും ഒരു വിലയില്ലാത്ത രീതിയിലാണ് പറയണത്. അത് പറയണത് അത് എഞ്ചിനീയറിംഗ് ആണ്, അത് എഞ്ചിനീയറിംഗിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, അവളെ ജോലിക്ക്, അവളെ പഠിപ്പിനനുസരിച്ചുള്ള സ്റ്റാറ്റസ് ഉള്ള ഒരു ജോലി അല്ല ഇത്. പിന്നെ എന്തിനാണ് നിൽക്കുന്നത്? പക്ഷെ ഞങ്ങളെ പഠിപ്പിനുള്ള ഒരു ജോലിക്ക് തന്നെയാണ് ഞങ്ങൾ പോണത്. ഞാൻ +2 വരെ പഠിച്ചതാണ്, ഞാൻ ഫെയിലാണ്. എങ്കിൽ പോലും ഞാൻ പുഴുവരിക്കാൻ വേണ്ടിയിട്ട് എനിക്കും സുഖമായിട്ട് ഏതെങ്കിലും ഒരു കടയിൽ ചെന്ന് നിൽക്കാം. വീട്ടു ജോലിക്ക് പോയിട്ടുണ്ട് മാഡം. ഞാൻ 2-3 വീടുകളിൽ ജോലി ചെയ്തിട്ടാണ് ഞാൻ ജീവിച്ചത്. എനിക്ക് അതിന്റെ പവറൊന്നുമില്ല. ഞാൻ +2 വരെ പോയതാണ്. ഇപ്പോഴത്തെ കാലത്ത് അതിനൊന്നും ഒരു വിലയില്ല. എങ്കിൽ പോലും എനിക്ക് പറയാം. പക്ഷെ ഞങ്ങൾ പുഴുവരിക്കുന്നതിന്റെ വില ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങളെ വീട്ടിൽ അന്നം അതാണ്. പക്ഷെ അതിന് പോലും ഇവരൊരു വില തരുന്നില്ല. ഈ പൈസ ഇപ്പം ഈ രീതിയിലാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. കണക്ക് ചോദിച്ചു എന്നൊരു തെറ്റാണ് ഞങ്ങൾ കാണിച്ചത്. ഇവര് പറഞ്ഞിരിക്കുന്ന കണക്കനുസരിച്ച് ഒപ്പിടാൻ പറഞ്ഞു. ഞങ്ങൾ ഒപ്പിടൂല എന്ന് ഞങ്ങൾ പ്രസിഡന്റ് സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ മാസത്തിൽ 1,700 രൂപയുടെ ഒരു മിസ്റ്റേക്ക് വന്നപ്പം ആ മിസ്റ്റേക്ക് ഞങ്ങൾ
ഞങ്ങളെ കയ്യിൽ പൈസ തന്നു എന്ന് പറഞ്ഞ് വാദിച്ച് ആ 1700 രൂപ പ്രസിഡന്റായ അശ്വതി അവളെ കയ്യിൽ നിന്ന് ഇട്ട് നികത്തേണ്ടി വന്നു. ഈ മാസം 11,500 രൂപയുടെ മിസ്റ്റേക്ക് വന്ന് ഞങ്ങളെ കയ്യിലില്ല. ഇവിടെ അത് ഞങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങളെ കയ്യിലില്ല. കണക്ക് കാണിക്കോ ഞങ്ങൾ ഒപ്പിടാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല ജയിച്ചും കോർഡിനേറ്ററും പറയുന്നത് അവര് കാണിക്കുന്ന കണക്കിൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കാൻ. അതാണ് ആ 2024 നടന്നത്. പക്ഷെ ഞങ്ങളത് നിന്ന് കൊടുക്കൂല. ഞങ്ങൾക്ക് അതിനോട് താല്പര്യം. പരാതികൾക്കൊന്നും മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ എന്താണ് നിങ്ങളുടെ ഒരു ആവശ്യം? നിങ്ങൾക്ക് ഇനി എന്താണ് അവർ ചെയ്തു തരേണ്ടത്? ഇപ്പൊ ഇവര് പറഞ്ഞു വിട്ടെന്ന് വെച്ചോ, ഞങ്ങൾ 5 പേരെ പറഞ്ഞു വിട്ടെന്ന് വെച്ചോ, വേറെ 5 ഹരിതകർമ്മ സേനക്കാരെ ഇവർ എടുക്കുമായിരിക്കും. ഇപ്പം പരാതി പറയാൻ ചെന്നിരുന്നാൽ അവരെടുക്കുന്ന ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേരെയും പിരിച്ചു വിടും. ഇനി അടുത്ത 10 പേര് എടുക്കും. ചിലപ്പോൾ ഞങ്ങളെ പോലെ അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ ആയിരിക്കട്ടെ, ഒരാൾ സംസാരിക്കാൻ ഇതേപോലെ കാണും. സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർ അടുത്ത 10 പേരെയും പിരിച്ചുവിടും. ഇത് തന്നെയായിരിക്കും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഈ നിലവിലിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ട് തെറ്റ് ചെയ്തവർക്ക് നേരെ അവരൊരു നടപടി സ്വീകരിക്കുന്നില്ല. അപ്പം അടുത്ത 10 പേര് വന്നിരുന്നാലും ഇതേപോലെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ 10 പേരും പിടിച്ചുവിട്ട് ഇവർ സ്ഥിരം ഇതേപോലെ എല്ലാരും പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കും. അതിനായിട്ടൊരു അതുകൊണ്ട് ഇത് ഞങ്ങൾ നേരെ വന്നിരിക്കുന്ന ഈ ആരോപണം, ഞങ്ങൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിൽ അതിന് നേരെ എന്തെങ്കിലും ഒരു നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് മുഖ്യമന്ത്രിയോടാണ്. മുഖ്യമന്ത്രി അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത് പറയണതും ആവശ്യപ്പെടണതും. ഞങ്ങളെ ഈ 5 പേരെയും ഞങ്ങളെ കഞ്ഞികൂടി മുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ അപേക്ഷിക്കുന്നത്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് ഞങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു. ഞങ്ങൾ ജോലി ചെയ്തില്ല എന്ന് ഇപ്പൊ ജയിച്ച് വാദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ 1 വർഷം ജോലി ചെയ്ത് ഈ 1 വർഷം ചെയ്ത എന്റെ റൂട്ട് ബുക്കും എന്റെ ബില്ലുകളും ഞാൻ കാണിക്കാൻ തയ്യാറാണ്. അതുപോലെ അവരും തയ്യാറാണ്. ഞങ്ങളതും നോക്കി അവരതും നോക്ക്. ഇതിൽ ജോലി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഞങ്ങള് ആ നിയമത്തിന്റെ മുമ്പിൽ ഞങ്ങളെ കൊണ്ടുപോവാ, ഞങ്ങൾ സമ്മതിച്ചു തരാം. അല്ലാതെ സാറ് പറഞ്ഞെന്ന് പറഞ്ഞ് ഞങ്ങളിപ്പം ജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൽ നിന്ന് മാറും. ഞങ്ങൾക്ക് ഇതിന് നിൽക്കണം. ഞങ്ങൾ ജോലി പോകാൻ പറ്റും. ഞങ്ങൾക്ക് ജോലി വേണം. ജോലി തന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള നടപടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യുന്നത് മരിക്കേണ്ടി വന്നിരുന്നാലും ഞങ്ങൾ തയ്യാറാന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇതിനിറങ്ങുന്നത്. ഇവരൊരു നടപടി എടുത്തിരുന്നുവെങ്കിൽ ഞങ്ങൾ മീഡിയയുടെ ഫ്രണ്ടിൽ വരില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ആ സോണലിൽ ചെന്നപ്പോഴും വന്ന പ്രഷർ കാരണമാണ്. കാരണം ഞങ്ങൾക്ക് അതിനകത്ത് കയറാൻ വയ്യ. 4 വഴി കൂടി ഞങ്ങൾ അറ്റാക്ക് ചെയ്യണവര് ജയിച്ചയും ഈ ഹരിതകർമ്മസേന അംഗങ്ങൾ ഉൾപ്പെടെ ഞങ്ങള് 4 വഴി കൂടി അറ്റാക്ക് ചെയ്തോണ്ടിരിക്കണം. ഒരു ഞങ്ങൾക്ക് യൂണിയൻ ഉണ്ട്. യൂണിയന്റെ മീറ്റിങ്ങിൽ ഞാൻ എത്തിയില്ല. എത്തണേന് മുമ്പേ തന്നെ പറഞ്ഞു ഞാൻ വേറൊരു വാർഡിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാർഡിൽ നിന്ന് ഞാൻ പോവേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇവരെന്റെ നേരെ ആരോപിക്കുന്ന ആരോപണത്തിലല്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇവർ ആ യൂണിയൻ മീറ്റിംഗിൽ വരെ പറയും ഇവർക്ക് മെയിൻ ടാർഗറ്റ് ഞാനാണ്, എന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓട്ടിക്കണം, ഞാൻ വന്നത് കൊണ്ടാണ് എന്നാണ് അവരിപ്പോഴും ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരെ ഇത്രയും വർഷം 1-2 വർഷമാണ് അവരെ കബളിപ്പിച്ച് അവരെ കൊണ്ട് ജോലി ചെയ്ത് ഇവർ പൈസ വാങ്ങിച്ചത്. പക്ഷെ ഞാൻ വന്നപ്പോൾ എനിക്കത് സമ്മതിക്കാൻ പറ്റിയില്ല. ഞാനത് തുറന്നടിച്ചു. അത് ഞാനും ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാനും ഇവർക്കൊപ്പം നിന്നിരുന്നെങ്കിൽ ഞാനും കൊള്ളാമായിരുന്നു. എനിക്ക് അങ്ങനെയുള്ള പൈസ വേണ്ട.